ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആദർശ് കിരണിനെ ഫോൺ വിളിക്കുകയാണ്. ഹലോ കിരൺ. എന്താടാ ആദർശ്? കിരണെ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നീ തിരക്കിലാണോ? നീ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ നിന്നെ കാണാൻ വരും. എന്നാൽ നീ ബീച്ചിലേക്കൊന്ന് വരാവോടാ? ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ബീച്ചിൽ ആദർശ് കാത്തു നിൽക്കുക. അപ്പോഴേക്കും കിരൺ എത്തി. കിരൺ വന്നതും എന്താടാ, എന്തു പറ്റി? നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എടാ കിരണെ, വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഞാൻ ആകെ മനസ്സ് വീർപ്പ് മുട്ടി നടക്കുക. മനസ്സിലെ വിഷമം ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലാടാ ഞാൻ ആകെ മൊത്തം വീർപ്പ് മുട്ടി നടക്കുവാടാ. എന്താടാ, അതിനു വേണ്ടി എന്താ ഉണ്ടായേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ചന്തമോളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആദർശ് കിരണിനോട് തുറന്നു പറയുക. അപ്പോൾ കിരൺ ഞെട്ടലോടുകൂടെ എന്താടാ ഇതൊക്കെ? ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് നീ അതെന്താ എന്നോട് പോലും പറയാതിരുന്നത്? ഞാൻ പറഞ്ഞില്ലേടാ, ഞാൻ ആകെ ഷോക്കിലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പോലും എനിക്ക് നല്ല പേടിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചാ നടന്നത്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ലടാ എന്നൊക്കെ പറയുന്നു. എന്തിനാ നീ പേടിക്കുന്നേ? എടാ, നീ ഇത് നയനയോട് പറഞ്ഞോ? ഇല്ലടാ, നയനയോട് പറയാനും എനിക്ക് പേടിയാ. ഇത് കേട്ട് കഴിയുമ്പോൾ അവൾ എന്നിൽ നിന്നും അകന്നു പോയാലോ? ഇവിടെയാടാ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കാരണം നിന്റെ ഭാര്യ നയന ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല. അവൾ നിന്നെ തള്ളിപ്പറയുകയില്ല. എടാ, എൻ്റെ ഭാര്യയെ പോലെ തന്നെയാണ് നിന്റെ ഭാര്യയും. കാരണം കല്യാണി നയനയൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടാവും. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഇല്ലാ കഥകൾ ഉണ്ടാക്കിയാലും അവർ നമ്മളോടൊപ്പം നിൽക്കും. എടാ, പക്ഷെ കല്യാണിയെപ്പോലെയല്ല നയന. കല്യാണിയെ നീ കൂടെ കൂട്ടിയതിന് ശേഷമാണ് അവൾക്ക് ഇത്തിരി മെച്ചമൊക്കെ ഉണ്ടായത്, ഉയർച്ചയിലേക്ക് എത്തിയത്. പ്രകാശൻ എന്ന് പറയുന്ന ഒരാളുടെ മോളായിട്ട് ജീവിച്ചിട്ട് അവൾ ഒന്നും നേടിയില്ല. എന്നാൽ കിരൺ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ ആയിക്കഴിഞ്ഞപ്പോൾ അവൾ ഈ ലോകത്തുള്ള എല്ലാം നേടി എന്നൊക്കെ പറയണം. അത് കേട്ടതും എടാ ശരി, ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ നയനയെപ്പോലെയല്ല, കല്യാണിയെപ്പോലെയല്ല നയനയെന്ന് നീ പറയുന്നത് തെറ്റാ. കാരണം രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്ന കളിക്കൂട്ടുകാരാ. അങ്ങനെയുള്ളപ്പോൾ അവരുടെ രണ്ടുപേരുടെ മനസ്സ് ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നയനയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. പക്ഷേ എടാ, എനിക്ക് പേടിയാവുക. ഞാൻ നയനെ കല്യാണം കഴിച്ച രീതിയൊക്കെ നിനക്കറിയാമല്ലോ. അതുമാത്രമല്ല, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടായാൽ അതൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതാടാ നിന്റെ തെറ്റിദ്ധാരണ. ഒരു കാര്യം ഞാൻ പറയാം. അന്ന് തന്നെ നിൻ്റെ അമ്മ അവളെ സ്നേഹിച്ചു എന്നും പറഞ്ഞ് നീ എന്തൊക്കെ പ്രപ്പുകില ഉണ്ടാക്കിയത് അത് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെയല്ലേ ഇപ്പം നിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് നീ നയനയോട് പറയാതെ മാറ്റി വയ്ക്കുമല്ലേ? ഇത് ശരിയല്ല ആദർശേ. എന്തൊക്കെയായാലും നീ നയനയോട് പറ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ മനസ്സിലെ ഭാരം അങ്ങ് ഒഴിഞ്ഞു പോവും. നീ നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നയനയോട് പറയണം. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുക. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ജീവിതത്തിലുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കാൻ അവൾ നിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നും പറയണം. അത് കേട്ടതും എന്നാൽ ശരിയടാ, ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് അത് നയനയോട് പറയാം. ശരിയാണ്, നീ പറയണം. പറഞ്ഞില്ലെങ്കിലാണ് നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. നീ പറഞ്ഞതിന് ശേഷം എന്നെ വിളിക്ക്. പിന്നെ നയനയുടെ തീരുമാനം എന്താണെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷേ എടാ, അവളെ എന്നോട് ഉടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. എന്നിൽ നിന്നും അകന്നു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കണ്ട. ആദ്യം എന്താ നിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നമെന്ന് അവളോട് തുറന്നു പറ. അത് പറഞ്ഞു കഴിയുമ്പോൾ അവൾ നിന്നിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഞാനും കല്യാണി ഇടപെട്ടോളാം. എന്താ പോരെ? നിനക്ക് ഞങ്ങളൊക്കെ ധൈര്യം തരുന്നില്ലേ? ധൈര്യമായിട്ട് നീ നിൻ്റെ ഭാര്യയോട് ഇത് പറയണം. പറഞ്ഞേ മതിയാകും ആദർശ്. ഇനിയും ഇത് മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് കേട്ടതും നമ്മുടെ ആദർശ് എന്നാൽ ശരി, ഞാൻ പോയി നയനയോടെല്ലാം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ പോവുക. അപ്പോൾ കിരൺ എന്നാലും അതാരായിരിക്കും എൻ്റെ ആദർശിൻ്റെ തലയിൽ ഇത്രയും വലിയൊരു കുറ്റം കെട്ടിവെച്ചിട്ട് യഥാർത്ഥ കള്ളൻ പിടികൊടുക്കാതെ നടക്കുക? പൊക്കണം, അവനെ പൊക്കിയേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ചന്തുമോളെയാണ്. ചന്തുമോള് കാറോടിച്ച് നയനയുടെ കാലിൽ കാറടിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക കൈകൊട്ടി. നയനമോളെ കാറടിച്ചപ്പോൾ ചന്തുമോൾക്ക് ഭയങ്കര സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയും വരിക. അത് ശരി അമ്മേ, മോൾ എന്നെ കാറിടിപ്പിച്ചിടിപ്പിച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്തുമോളെ, മോൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തമോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും എനിക്ക് ഫോൺ വരിക. ഫോൺ വന്നതും ദേവയാനി ചോദിക്കുക, ആരാ മോളെ? ചേച്ചിയാ അമ്മേ. ഹലോ ചേച്ചി, നീ എന്താടി ഇങ്ങോട്ടേക്കൊക്കെ ഒന്നും വരാത്തത്? വിളിക്കുകയും ചെയ്യുന്നില്ലല്ലോ.
അത് പിന്നെ ചേച്ചി കുഞ്ഞിൻ്റെ കാര്യം നോക്കി ചേച്ചി ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചന്തു അത് പിന്നെ ആദർശേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാ ചേച്ചി. എന്തിനാടി വെറുതെ എന്നോട് കള്ളം പറയുന്നേ? അനന്തപുരിയിലേക്ക് ഒരു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് അഭി എന്നോട് പറഞ്ഞായിരുന്നു. ഓ പറഞ്ഞായിരുന്നോ? ആരാ കുഞ്ഞ്? ഏതാ കുഞ്ഞ്? എനിക്കറിയില്ല ചേച്ചി. മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് വന്നതാ. എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ എല്ലാവരും അതിനെ നല്ലോണം സ്നേഹിക്കണമെന്നും നന്നായിട്ട് വളർത്തണമെന്നും പറഞ്ഞു. എടി എനിക്കൊരു കൊച്ചു ജനിച്ചില്ലേ, പിന്നെ എന്തിനാ ഇപ്പം ഇത്ര ധൃതി പിടിച്ച് വേറൊരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്? അറിയില്ല ചേച്ചി, മുത്തശ്ശനൊരു തീരുമാനം പറഞ്ഞാൽ പിന്നെ തീരുമാനിച്ചല്ലേ പറ്റൂ. നാളെ അത് വേറെ വയ്യാവലിയായി മാറരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അറിയാലോ അബിയുടെ അമ്മയുടെ കാര്യം, അവരെയും ഇതുപോലെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. അവസാനം എന്തൊക്കെ പുകില അവരുണ്ടാക്കി വെക്കുന്നത് അതറിയാടി. എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോറി അറിയാച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ, കുഞ്ഞെന്തെടുക്കുന്നു? മോൻ സുഖമായിട്ടിരിക്കുന്നു, മിടുക്കനായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ശരി ചേച്ചി, ഞാൻ അങ്ങോട്ടേക്ക് ഇടയ്ക്ക് വരാം. ശരിയടി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ദേവേനെ ചോദിക്കുക, എന്താ മോളെ, എന്തു പറ്റി? ചേച്ചി കൊച്ചിനെ പറ്റി അറിഞ്ഞോ അമ്മേ? ചന്തുമോളെ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു നടന്നാണെന്ന് പറഞ്ഞപ്പോൾ വയ്യാവേലിയൊന്നും തലക്കേറ്റി വെക്കരുതെന്നും പറഞ്ഞു. അത് കേട്ടതും എല്ലാം അഭി പറഞ്ഞു കാണും അല്ലേ മോളെ? അതെ അമ്മേ, അഭിയെല്ലാം തുറന്നു പറഞ്ഞേ, നമ്മളോടൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം പോയി പറഞ്ഞു. ഈ ജലജയുടെയും അഭിയുടെ മനസ്സിൽ ഒന്നും രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല മോളെ. അവരുടെ മുൻപിൽ നമ്മൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാലും അത് അവരെല്ലാവരോടും പറഞ്ഞു നടക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്നൊക്കെ പറയുക. സാരില്ല, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശ് വരുന്ന കണ്ടതും നമ്മുടെ ദേവേനെ, എടാ നീ എന്താണ് ഇങ്ങനെ കറങ്ങി കിടക്കുന്നേ? ആദർശേട്ടൻ പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. ഇനി എന്തെങ്കിലും അസുഖമായിട്ട് ആശുപത്രിയിലാകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ മനസ്സിൽ തീ ഇട്ടുകൊണ്ട് കറങ്ങി കിടക്കുന്നേ? ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് റെസ്റ്റ് എടുത്തൂടെ? അത് കേട്ടതും എൻ്റെ മനസ്സിലെ കാര്യം അറിഞ്ഞാൽ അമ്മ ആകെ ഞെട്ടും. അത് മാത്രമല്ല, എന്നെപ്പോലെ വീർപ്പ് മുട്ടി നടക്കുന്നത് ഇപ്പം അമ്മയായിരുന്നെങ്കിൽ അമ്മ ഹോസ്പിറ്റലിലായെന്നായിരുന്നു. അത് കേട്ടതും എടാ അല്ലെങ്കിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ. നീയും അങ്ങനെ തന്നെയാ, ഹോസ്പിറ്റലിൽ നിന്നല്ലേ നിന്നെയും കൊണ്ടുവന്നത്. അപ്പം പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. എന്താ നിൻ്റെ ജീവിതത്തിലെ പ്രശ്നമെന്ന് എന്നോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇവള് നിൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ ഭാര്യയോടെങ്കിലും നിനക്ക് തുറന്നു പറഞ്ഞൂടെ എന്നും പറയാ. അത് കേട്ടതും നയനെ നീ ഒന്ന് വന്നേ. അപ്പോൾ നമ്മുടെ ദേവേനി ചെല്ലുമോളെ, മോളോടെങ്കിലും അവൻ എന്തെങ്കിലും പറയുമെങ്കിൽ പറയട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുക. അങ്ങനെ നയനയെ അങ്ങോട്ട് പോയി. നയനയെ ആദർശം പോയി കഴിഞ്ഞാൽ ചന്തുമോളെ, മോളത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നയനാമ്മയെ മോള് നയനാമ്മയെന്നല്ലേ വിളിക്കുന്നേ? ഇനി ആദർശങ്കളുടെയും മോള് അച്ചാന്ന് വിളിച്ചാൽ മതി. അവർ രണ്ടുപേരും മോൾക്കുണ്ടാവും. ഇപ്പോൾ ആദർശങ്കളിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നാളെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ആദർശങ്ങൾ പൊന്നു മോളെ പോലെ സ്നേഹിക്കും. എന്താ പോരെ? മോള് പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം നയനയോട് ആദർശ് പറയാം, നയനെ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? ബീച്ചിലോ? എന്തിന്? ഇപ്പം തന്നെ ഓഫീസിൽ പോയതിൻ്റെ കളിയാണല്ലോ കണ്ടത്. BP കൂടി, പ്രഷർ കൂട്ടി, ബോധം കെട്ട് വീഴുകയും ചെയ്തു, ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. എന്തിനാ ആദർശേട്ട വെറുതെ അവിടെ ഇവിടെയൊക്കെ പോകുന്നേ? എന്താണെങ്കിലും ആദർശേട്ടൻ പറ, ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി, പുറത്തേക്ക് എവിടേക്കും പോകണ്ട. എടി എൻ്റെ മനസ്സ് ഇത്ര നാൾ ഞാൻ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു, ഇനി അതൊന്ന് തുറക്കണം. അതിന് നീ എന്നോടൊപ്പം വരണം. അതെനിക്കറിയായിരുന്നു ആദർശേട്ടൻ്റെ മനസ്സ് പൂട്ടിക്കിടക്കുവാന്ന്. അതുകൊണ്ടാണല്ലോ വീർപ്പുമുട്ടി ഹോസ്പിറ്റലിലായത്. നയനെ എന്നോടൊപ്പം വാ, നമുക്കൊന്ന് ബീച്ചിൽ പോവാം. എന്താ ആദർശേട്ടാ? എന്താണെങ്കിലും ആദർശേട്ടൻ പറ. നയനെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ നീ ഞെട്ടും. ചിലപ്പോൾ നീ എന്നെ തള്ളിപ്പറയും, ചിലപ്പോൾ നീ എന്നെ തള്ളിക്കളയും. അതുകൊണ്ട് ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയണം. എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല നയനെ. വീർപ്പ് മുട്ടി ചിലപ്പോൾ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും. എന്താ ആദർശേട്ടാ, എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ട്. എവിടെയാ? ഹൃദയത്തിന്. ഹൃദയത്തിനോ? എന്നിട്ട് ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലെത്തിയതും നയന ഓരോന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആദർശേട്ടാ എന്താണെന്ന് പറ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശേട്ടനൊന്നും പറയുന്നില്ലല്ലോ. നയനെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ എന്നെ തള്ളി പറയരുത്. ആദർശേട്ടാ, ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയാണ്. എനിക്ക് ആദർശേട്ടനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടന് എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഞാനത് സഹിക്കും. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനും എനിക്ക് കഴിയും. എന്താണെങ്കിലും ആദർശേട്ടൻ എന്നോട് തുറന്നു പറ. നീ ഇപ്പം പറഞ്ഞതുപോലെ
ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാലും ഇങ്ങനെ തന്നെ പ്രതികരിക്കണം, അല്ലാതെ എന്നെ വിട്ടേച്ച് പോകരുത്. എന്താ ആദർശേട്ട ഇത്, കൊച്ചു പിള്ളേരെ പോലെ. ഞാൻ അങ്ങനെ ആദർശേട്ടനെ വിട്ടു പോകുമോ? ആദർശേട്ടനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവളാണ്. ആദർശേട്ടനെ എനിക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല, ആദർശേട്ടൻ പറ എന്നും പറയണം. അപ്പോഴേക്കും ആദർശ് അന്ന് ചന്തമ്മളുടെ വീട്ടിൽ പോയതും അവിടെ ആദർശിൻ്റെയും നമ്മുടെ അനഘയുടെയും ഫോട്ടോ കണ്ടതും അതിനുശേഷം ബന്ധുക്കളൊക്കെ തമ്മിൽ വഴക്കിട്ടതും ആ കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ കാര്യം നാടെങ്ങും പാട്ടാക്കുമെന്ന് പറഞ്ഞതൊക്കെ തുറന്നു പറയാണ്. അത് കേട്ടതും നയന ഞെട്ടി. ആദർശേട്ടാ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? സത്യമായിട്ടും എനിക്ക് അനഘയായിട്ട് ഒരു ബന്ധവുമില്ല നയനെ. ഞാൻ അവളെ മുന്നും പിന്നെ കണ്ടിട്ട് പോലുമില്ല. അത് കേട്ടതും പിന്നെ എങ്ങനെയാ ആദർശേട്ടൻ്റെ അനഘയുടെ ഫോട്ടോ ഒരുമിച്ച് വന്നത്? അതൊന്നും എനിക്കറിയില്ല നയനെ. ഞാൻ അതുകൊണ്ടാണ് എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് നടന്നത്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നീ എങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കറിയോ, കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഞാനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു തെറ്റായ ബന്ധത്തിലൂടെ പോകുന്നത്? എന്നെ വളർത്തിയത് അനന്തപുരിയിലെ ദേവയാനി എന്ന എൻ്റെ നല്ല അമ്മയാണ്. ആ അമ്മ എനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുപോലെ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ മുത്തശ്ശനെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആ മുത്തശ്ശനെ പോലെ ഞാനും ജീവിച്ചു. അതല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നയനെ എന്നും പറഞ്ഞ് ആദർശിതാക്കുക. അത് കേട്ടത് നയന പതുക്കെ ഒന്ന് ചിരിച്ചുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ, അതെനിക്കറിയാം ആദർശേട്ടാ, എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ചോദിച്ചത്, ആദർശേട്ടൻ ഞാനൊരു കാര്യം മറച്ചു വെച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. അതുപോലെ ആദർശേട്ടൻ ഇത് എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, അതുകൊണ്ടാണ് ഞാനും സീരിയസ് ആയത്. എന്തായാലും ഇത് എന്നോട് തുറന്നു പറയാൻ കിരണേട്ടൻ്റെ സഹായം വേണ്ടി വന്നു അല്ലേ? ഈ സംഭവം നടന്ന അന്ന് തന്നെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആദർശേട്ടൻ്റെ മനസ്സിലെ വിഷമം മുഴുവൻ ഒഴിഞ്ഞു പോകുമായിരുന്നില്ലേ? പേടിക്കേണ്ട, ഞാനുണ്ട് കൂടെ. എന്ത് പ്രശ്നം നടന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ചന്തമോൾ എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ആദർശേട്ടൻ ഇനി അത് അച്ഛന്ന് വിളിച്ചോട്ടെ. നമുക്കതിൻ്റെ അച്ഛനും അമ്മയായിട്ട് നിൽക്കാം ആദർശേട്ടാ. അത് കേട്ടതും അതെന്തിനായനെ അങ്ങനെ ചെയ്താൽ അനഘയുടെ ബന്ധുക്കൾക്ക് എന്നിലുള്ള സംശയം കൂടില്ലേ? അത് കേട്ടതും അങ്ങനെ കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ. ആദർശേട്ടനെ നമ്മുടെ കുടുംബത്തെ ബോധിപ്പിച്ചാൽ പോരെ, ദൈവത്തെ ബോധിപ്പിച്ചാൽ പോരെ, മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചന്തമുള്ളൊരു പാവ, എനിക്ക് ആ കുഞ്ഞിനെ ജീവന. അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിനെ നമ്മുടെ മകളായിട്ട് വളർത്താം ആദർശേട്ടാ എന്നൊക്കെ പറയാം. എന്നാലും നയനെ, എനിക്കതിൽ ഇതൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ആ പെൺകുട്ടി മുത്തശ്ശനെ അവസാനമായിട്ട് വിളിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് അനന്തപുരിയിലെ കൊച്ചുമകളാണ് ചന്തുമോളെന്ന്. അങ്ങനെയാണെങ്കിൽ അനന്തപുരിയിലെ ഒരാൾ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ. പക്ഷേ അത് അനിയായിരിക്കില്ല, ആദർശേട്ടനും അല്ല. അങ്ങനെയുള്ളപ്പോൾ അത് അഭിയായിരിക്കില്ല ആദർശേട്ടാ. അത് ശരിയാണ്, അബിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷം അവൻ എന്നോട് പറയുമായിരുന്നു, ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം, എന്നിട്ട് എൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ മകളായിട്ട് ഞാൻ അതിനെ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും കുറേ പണം തട്ടിയെടുക്കുന്നുണ്ട്. വീണ് കിട്ടിയ അവസരം അവൻ മുതലെടുത്താണോ എന്നറിയില്ല. ആദർശേട്ടാ, ഇനി ആദർശേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവൻ അനാവശ്യത്തിന് പണമൊന്നും എറിഞ്ഞു കൊടുക്കുകയും വേണ്ട. ഇതിൻ്റെ പിന്നിൽ അഭി തന്നെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനന്തപുരിയിൽ തലതിരിഞ്ഞ് നടക്കുന്നവൻ അവൻ മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ അനന്തപുരിയിലെ കൊച്ചുമകനാണ് ആ ചന്തുമോളുടെ അച്ഛനെന്ന് അനഘ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭി തന്നെയായിരിക്കും. എനിക്ക് 100% അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കുക ആദർശേട്ടാ. ഇനി എടിപിടിയെന്ന് അവൻ പറയുന്നതിലൊന്നും ആദർശേട്ടൻ ചെന്ന് വീഴണ്ട, അവനൊന്നും കൊടുക്കുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയന ധൈര്യം കൊടുക്കുക. എന്നാൽ ഞാൻ കിരണിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ കിരൺ, ശരിയടാ, എന്നെ അടുത്ത് വാ എന്നും പറഞ്ഞ് അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കിരൺ, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ നിൻ്റെ ഭാര്യ കല്യാണിയെ പോലെ തന്നെയാണെന്ന്. മനസ്സിലായടാ, ഇപ്പോഴാ സമാധാനമായത്. സന്തോഷം മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. ഇവളോടൊന്ന് തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ശ്വാസം മുട്ടെല്ലാം അങ്ങ് മാറി. ഇപ്പോൾ മനസ്സ് ശാന്തമായി, സന്തോഷമായി എന്നൊക്കെ പറയാം. എൻ്റെ കിരണേട്ടാ, ഇതൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതൊക്കെ എന്നേ പരിഹരിച്ചു കൊടുത്താനായിരുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെയും മെക്കിട്ടും കയറി ഭക്ഷണം കഴിക്കാതെ എല്ലാവരോടും തമ്മിൽ തല്ലി നടന്ന ആർക്ക് എന്താണെന്നറിയാം. എല്ലാവരും ആദർശേട്ടനല്ലേ കുറ്റപ്പെടുത്തു. അതിവന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. പക്ഷേ ഞാൻ അന്ന് കണ്ടത് മുത്തശ്ശന് പോലും എന്നോടുള്ള വിശ്വാസമാടാ.
കാരണം എന്താണെന്നറിയാമോ, അന്ന് അവിടെ വെച്ച് ചന്തമോളുടെ അച്ഛൻ ഞാനാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ആ ഫോട്ടോ കണ്ടിട്ട് പോലും മുത്തശ്ശനൊന്നും കുലുങ്ങിയ പോലുമില്ല. അത് മാത്രമല്ല, ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലും മുത്തശ്ശൻ കുലുങ്ങിയില്ല. എന്നാൽ ചന്തമോൾ വന്ന് എൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ്റെ മനസ്സലിഞ്ഞത്. എടാ, അപ്പം തന്നെ നിനക്കൊന്ന് മനസ്സിലാക്കിയ പോരെ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ നീ തളരരുത് ആദർശേ, നീ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. നിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി പലരും അത് ചെയ്യും. ഇനി കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിൻ്റെയും ചന്തുമോളുടെയും അബിയുടെയും മുടി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൈ കൊടുത്ത് അത് DNA ടെസ്റ്റിലൂടെ പരിശോധിച്ച് ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരാം. എന്താ പോരെ? ടെസ്റ്റ് പരിശോധന പെട്ടെന്ന് വരികയും ചെയ്യും. ആ, അത് ശരിയാക്കിരണേട്ടാ, അങ്ങനെ തന്നെ ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് ചന്തുമോള് ആദർശൻ്റെ മോളല്ലാന്ന് തെളിയിക്കണം. ഞാനേ ഒന്ന് പെട്ടെന്ന് പോട്ടെ. ചന്തുമോൾക്ക് ഞാനില്ലാതെ ഇപ്പം പറ്റില്ല. ആ, എന്നാൽ പിന്നെ ഈ DNA ടെസ്റ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ? നിങ്ങളുടെ മകളായിട്ട് ആ കുട്ടി വളരട്ടെ, അതല്ലേ രസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുക. അത് കേട്ടതും ആദർശിന് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കിരണിനെ നോക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.